മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ, ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലർമഞ്ചൽ തോളിലേറ്റി പോവുകില്ലേ. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഒരു കുമ്പിൾ മണ്ണ് കൊണ്ട് വീട് വയ്ക്കാം, ഒരു തുമ്പപ്പൂവ് കൊണ്ട് വിരുന്നൊരുക്കാം, ഒരു നല്ല മാങ്കനിയാ മണ്ണിൽ വീഴ്ത്താം, ഒരു കാറ്റിൻ കനിവിനായി, ഒരു കാറ്റിൻ കനിവിനായി പാട്ടുപാടാം. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഒരു നുള്ളു പൂവിരുത്ത് മാല കോർക്കാം, ഒരു പുള്ളിക്കുയിലിനൊത്ത് കൂവി നിൽക്കാം, ഒരു നാണക്കൂമ്പിൽ നിന്ന് തേൻ കുടിക്കാം, ഒരു രാജാ ഒരു റാണി, ഒരു രാജാ ഒരു റാണി ഹായ് വാഴാം. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. അർജു കൊണ്ടുപോയിന്ന്. എവിടെ? മാഞ്ചുവട്ടി. എന്നിട്ട് അവിടെ നിക്കാൻ പറഞ്ഞു. മാങ്ങെടുത്തു, മാങ്ങെടുത്തു. മാങ്ങ എടുത്താ? എന്നിട്ട് കഴിച്ചാ? ചേച്ചി എങ്ങനെയുണ്ട്? ഉഗ്രൻ, ഉഗ്രൻ, സൂപ്പർ. ആ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി ശരിക്കും. ഒന്നാമത് ആ പാട്ട് എന്തിനെ കുറിച്ചാ ചോദിച്ചത്? മാങ്ങയാണോ? അവൻ ചേച്ചി സൂപ്പർ. താങ്ക് യു ചേച്ചി. എന്തിന്? മാങ്ങ മാങ്ങ ചോട്ടുകൊണ്ടിരുത്തിയതിനോ? എന്റെ കുട്ടി എങ്ങനെ പാടി? നന്നായിട്ട് പാടാൻ പറ്റി. ഉറപ്പാണോ? ഇവര് കറക്റ്റായി വായിച്ചോ? ഓ ഒരു വായിച്ചത് ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കോംപ്ലിമെന്റ്സ്. അതെ, സൂപ്പർ ഓർക്കസ്ട്ര, സൂപ്പർ ഓർക്കസ്ട്ര, സൂപ്പർ ആണ്. ശരിക്കും ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ആ ഒരു നമ്മളെ ആ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാനൊന്നും ആ സമയത്ത് ജനിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ആ ഒരു കാലഘട്ടം അറിയുന്നത് ഈ സംഗീതത്തിലൂടെയാണ്.
മനോഹരമായ പാട്ട് മനോഹരമായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ശരിക്കും ഇത്തരത്തിലെ പാട്ടുകളൊക്കെ നമ്മൾ വേദിയിൽ പാടാറുള്ള പാട്ടുകൾ, ഈ കുട്ടികളൊക്കെ ഇത് പാടുമ്പോൾ ശരിക്കും അത്ഭുതമാണ്, ഇവരെങ്ങനെ ഇത്ര നന്നായിട്ട് പാടുന്നുള്ളത്. മോനെ ആ ഫസ്റ്റിലത്തെ മാത്രം ഒരു വിറയൽ വന്നു പാടുമ്പോഴത്തേക്ക് അല്ലേ, തോന്നിയല്ലേ? അതൊന്ന് വിറയലില്ലാതെ പാടാമോ? മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. വെരി നൈസ്. നേരത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അത് കറക്റ്റ് ചെയ്തു, ക്ലിയർ ചെയ്തു. എനിക്ക് ആ വോയിസിനകത്തൊരു റസ്റ്റിക് എന്തോ ഒരു സംഭവം ഉണ്ട്, ഒരു പ്രത്യേകതരം നമ്മുടെ ആ പഴയ കാലഘട്ടത്തിലുള്ള ഒരു വോയിസിൽ എന്തോ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട് ഈ പാട്ട് പാടിയപ്പോൾ. പാടുന്ന കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ കൊണ്ടിരുത്തിയതിൽ ഞാൻ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഇനിയും ഇതുപോലെ മരത്തണലുകളിൽ ഞങ്ങളെ കൊണ്ടിരുത്തു. അതെ, നന്നായി മോനെ. ഇത് ആര് സെലക്ട് ചെയ്തതാ? രൂപേഷ് സാറും രതി മാം. എന്തായാലും നല്ല സെലക്ഷൻ. ഗ്രൂമേഴ്സിന് കൊടുക്കൊരു കൈ. മോന് പറ്റിയ ഒരു പാട്ട് തന്നെയാ മോൻ പാടിയത്. മോന്റെ വോയിസിന് അത് പറ്റുന്നുണ്ട്, നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു ചേച്ചി. മനോഹരമായിട്ടുള്ളൊരു പാട്ട് ആൻഡോ ചേട്ടൻ പാടിയിട്ടുള്ളത്, CA ആൻഡോ പാടിയിട്ടുള്ളൊരു പാട്ട്, അതിമനോഹരമായിട്ടുള്ള പാട്ട്. നീയും അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. കാരണം ആൻഡോ ചേട്ടൻ്റെ ഒരു എന്താ പറയുക, തുറുപ്പ് ചീട്ടാണിത് ഈ പാട്ട്. എവിടെ ഗാനമേളയ്ക്ക് പോയാലും ഈ ഒരു പാട്ട് പാടാണ്ട് ആശാൻ നിർത്തില്ല. ഇതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കൈയടി നേടി കൊടുക്കുന്ന പാട്ട്. അപ്പോൾ ആ പാട്ട് അദ്ദേഹം പാടുമ്പോൾ ടോട്ടലി വേറൊരു ശബ്ദം, അതിൻ്റെ നുവാൻസസ് ഇതൊക്കെ വേറെയാണ്. എന്നിട്ട് നമുക്കത് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാകുന്നു. പക്ഷെ മോൻ ഇത്രയും ചെറുപ്പത്തിൽ അതിൻ്റെ മോൻ്റെ ഒരു സ്വീറ്റ് ഫീൽ അതിന് കൊടുത്തപ്പോൾ അതിനൊരു ഇരട്ടി മധുരം എനിക്ക് കിട്ടി മോൻ പാടിയതിൽ. എല്ലാം വളരെ നന്നായിരുന്നു. നീ ആ മാഞ്ചോട്ടിലൊക്കെ ഇരുത്തി എന്നെയും കൂടി കൊണ്ടുവന്നോളോട്ട. എന്നെയും മാഞ്ചോട്ടിൽ ഇരുത്തലോ അല്ലേ, കൊണ്ടുപോലോ അല്ലേ? ആ, ഞാൻ വേണമെങ്കിൽ ചക്രമാവൊക്കെ തരാം. അണ്ണാച്ചിയുടെ വീട്ടിൽ കുറെ മാവുണ്ടോ മോനെ? ഞാനേ നിന്നെ ചക്രമാവിന്റെ മുറ്റത്തേക്കൊക്കെ കൊണ്ടുപോവാന്ന് പറയാ. എന്താണ് ചക്കരമാവിൻ ചുവട്ടിൽ ആ മാവ്? എനിക്ക് നീ ഈ മാവ് പറഞ്ഞപ്പോ എനിക്ക് ആ മാവ് ഓർമ്മ വന്നു. ഓർമ്മകളോടിക്കളിക്കുവാനെത്തും ശ്രുതി നോക്കിയോ? ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. സൂപ്പർ. നൈസ് നൈസ് നൈസ്. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ് മോനെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ശരത് സർ. മക്കളെ, എന്തോ നീ എന്നെ ഇപ്പൊ തോളെ പിടിച്ച് കൊണ്ടുവരാൻ വരുന്നില്ലല്ലോ. ഇല്ല, അവൻ വരുന്നതല്ല. ഞാൻ വരുന്ന സമയത്ത് അവൻ ഒളിച്ചു നിൽക്കുക, എന്നെ പിടിക്കേണ്ടി വന്നാലോ എന്ന് പേടിച്ചു. വേറെ ആരെയോ കിട്ടിയിട്ടുണ്ട് ഇവനോ? പേടിച്ചിട്ടാ സാറിനെ കാണുന്നില്ല. പിന്നെ അതെന്താ നീ കണ്ണാടി വെച്ച് നോക്ക്. ഇരിക്കുന്ന ആരാ? See, it's me. എന്താ പറ്റി? അല്ല, എന്നെ കാണാൻ പറ്റാ, അത്ര ചെറുതായോ ഞാൻ നിനക്ക്? ഞാൻ ഇവിടെ നിൽക്കുമ്പോ സാർ അവിടെ നിന്ന് കേറി വരും. അങ്ങനെ പറഞ്ഞിട്ട് അല്ല, നീ സാധാരണ എന്നെ പിടിച്ച് അള്ളി പിടിച്ച് കൊണ്ടുവരാറുണ്ടല്ലോ. നേരത്തെ കേറി വന്ന എന്തിനാന്ന് അവൻ ചോദിക്കുന്നത്. അതാണോ ചോദിച്ചത്? നിനക്ക് കാണിച്ചു തരാടാ. ഇനി ഉണ്ടല്ലോ പരിപാടികൾ. മക്കളെ, എന്തൊക്കെയായാലും നല്ലൊരു പാട്ട് മക്കള് മനോഹരമായിട്ട് തന്നെ പാടി. കാര്യം ഈ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ആൻഡോ ചേട്ടന്റെ പാട്ട്. ആൻഡോ ചേട്ടൻ ഒരു പാവം മനുഷ്യൻ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ മിക്കാറുള്ള എല്ലാ കോറസിലും ആൻഡോ ചേട്ടൻ കാണും. ആൻഡോ ചേട്ടൻ ഇല്ലാത്തൊരു കോറസ് ചെന്നൈയിൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല. ഒരു ചെറിയ ഒരു ബുക്കും ഒരു മുണ്ടും ഉടുത്ത് ഒരു സാധാ വെള്ള ഉടുപ്പ് ഇട്ട് ആൻഡോ ചേട്ടൻ ഉണ്ടെങ്കിൽ അതൊരു ഐശ്വര്യമാണ്. മക്കളെ, നന്നായിട്ട് പാടിയടാ. ഈ ഒരു കുമ്പിൾ അതൊന്ന് പാടാമോ? ഒരു കുമ്പിൾ മണ്ണു കൊണ്ട് വീട് വയ്ക്കാം. ഒരു കുമ്പിൾ ഒരു കുമ്പിൾ ഒരു കുമ്പിൾ ഒരു കുമ്പിൾ മണ്ണു കൊണ്ട് വീട് വയ്ക്കാം. മതി, ഒരു കുമ്പിൾ വീട് വെച്ചത് മതി. ഇനി പാല് കാച്ചാൽ മതി കേട്ടോ. ഇനി മധുരിക്കും ഓർമ്മകളെ തുടക്കമില്ലേ, ഒന്ന് പാടാമോ? മധുരിക്കും
ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ. വരൂ. അങ്ങനെ ആക്കണം. അത്ര ബലം കൊണ്ടുപോടാ. അതല്ല മലർമഞ്ചം കൊണ്ടുവരൂ. അല്ല അത് മതി മോനെ. ഈ താഴെ അധികം വെലോസിറ്റി വേണ്ടടാ. നീ ഒന്ന് പാടാമോ അത്? കൊണ്ടുവരൂ. ഇപ്പൊ ബേസൊക്കെ ആയി അല്ലേ? ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. നിനക്ക് അതിന്റെ ഒരു അഹങ്കാരമുണ്ട്. ശബ്ദത്തിൽ ഒരു ഇച്ചിരി ബേസ് വന്നതിന്റെ. നീ ചെവി നുള്ളിക്കോ. എന്റെ ബേസ് ഞങ്ങൾ നുള്ളിയെടുത്ത് കാക്കെ കിട്ടു കൊടുക്കണം. മക്കളെ നന്നായിട്ട് പാടിയതാ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു പാട്ട് നമുക്ക് ആർക്കും മറക്കാൻ പറ്റത്തില്ല. കാര്യം അത്ര ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കോമ്പസിഷനാണ് ഇത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാമോ കുഞ്ഞ്? മ്യൂസിക് ജി ദേവരാജ് മാസ്റ്റർ, ദേവരാജ് മാസ്റ്റർ. ലിറിക്സ് ONV കുറുപ്പ് സാർ. ONV കുറുപ്പ് സാറ് പാടിയത് പറഞ്ഞല്ലോ. നാടകം ജനനി ജന്മഭൂമി. ജന്മഭൂമിയോ? ജന്മഭൂമി. 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 എന്തൊക്കെ നീ ഒരു ചക്കരയാടാ. നീ എന്നെ പിടിച്ചോണ്ട് വരുന്നില്ല എന്നുള്ള ഒരു വിഷമമാണ് എനിക്ക്. എങ്കിലും നീ നന്നായിട്ട് പാടിയോണ്ട് ഐ ലവ് യു. കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരുത്തിക്കോളണം കേട്ടടാ. ഓക്കെ, ഞാൻ ഏൽപ്പിക്കാം നിന്നെ. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് വയ്ക്കാം. ഓക്കെ, ശരത് സാർ. മക്കളെ, എന്തോ മക്കൾക്ക് ഞാൻ 8.7 മാർക്സ് തരാം. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി? ഞാനും 8.7 തരുന്നു. ഓക്കെ, സോ ടോട്ടൽ 17.4. താങ്ക് യു. അടിപൊളി.